ബാബുസ്വാമി ശുദ്ധൻ, ശുദ്ധഭാവമാണ്. അതുകൊണ്ടാണ് ഞാൻ വാട്സപ്പിൽ നിന്നും ബ്ലോക്ക് ചെയ്തത്. ആ 24 എന്ന ചാനലിലെ ആ അവതാരകൻ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു, എങ്ങനെയാണ് ഈ മീഡിയ മുഴുവൻ ഇപ്പോൾ അങ്ങ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരംഗമായല്ലോ എന്ന ചോദ്യം അങ്ങനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ, അവരവിടെ പറഞ്ഞ വാക്കുകൾ അതുപോലെ എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ അവിടെ വന്നപ്പോൾ അദ്ദേഹം ഒരിക്കലും എന്റെ പേര് പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അദ്ദേഹം അപ്പോഴും പറഞ്ഞത് എന്താണെന്നറിയോ? ചണ്ടാള ബാബ ദിനത്തിൽ ഞാൻ എത്തപ്പെട്ട് അങ്ങനെയാണ് മീഡിയയിലൂടെ തരംഗമായെന്ന്. അപ്പോഴും നാഗാദേവിയുടെ പേര് പറഞ്ഞില്ല. അതാണ്, അതുകൊണ്ടും കൂടിയാണ് ഞാൻ ബ്ലോക്ക് ചെയ്തത്. ചണ്ടാള ബാബ ജയന്തിയെ അപ്പോഴാണ് മീഡിയയിലൂടെ അറിയപ്പെട്ടതെന്ന്. അങ്ങനെയാണോ? എത്രയോ ചണ്ടാള ബാബ ജയന്തി ദിനങ്ങൾ വന്നിരുന്നു, എത്രയോ ചണ്ടാള ബാബ ജയന്തി ദിനങ്ങൾ വന്നിരുന്നു. അപ്പോഴൊന്നും മീഡിയയിലൂടെ അങ്ങയെ ആരും പരസ്യപ്പെടുത്തിയില്ലല്ലോ. ചിന്തിക്കണമായിരുന്നു. ആരും അങ്ങയെ പരസ്യപ്പെടുത്തിയില്ല. അങ്ങയുടെ പേര് പോലും ഒന്നും വന്നില്ല. അങ്ങ് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരാളാ. അങ്ങയുടെ ആത്മജ്ഞാനം വലുതാണ്. പക്ഷേ മീഡിയയിലേക്ക് വന്നത് നാഗാദേവിയുടെ തനതായ അവതരണ ശൈലി കൊണ്ടാണെന്ന് ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല. എന്നാൽ തൊട്ടടുത്തിരുന്ന ചണ്ടാള ബാബ എന്ന് പറയുന്ന ആ ആള്, അദ്ദേഹം അവിടെ സൂചിപ്പിക്കുകയുണ്ടായി, നാഗാദേവി നൃത്തത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അവിടെ ചണ്ടാള ബാബ എന്നെ ഓർമ്മിച്ചു. എന്നിട്ടും ബാബുസ്വാമി ഒരിക്കൽ പോലും എന്റെ പേര് പറഞ്ഞില്ല. നാഗാദേവി അവതരിപ്പിക്കുകയായിരുന്നു. ബാബുസ്വാമി നൃത്തം ചെയ്യുമെന്നും ഒക്കെ പറഞ്ഞ അവതരണം, എത്ര മനോഹരമായ ദിനങ്ങൾ. ആ അവതരണ ശൈലി നാഗാദേവിയിൽ നിന്നും വന്നതായിരുന്നു. ആ അവതരണത്തെയാണ്, ആ മനോഹരമായ സൃഷ്ടിയാണ് മറ്റുള്ളവരെടുത്ത് മീഡിയത്തോടും ഇട്ടത് എന്ന് ഒരിടത്ത് പോലും ബാബുസ്വാമി പറഞ്ഞിട്ടില്ല. നന്ദി വേണം. വഴക്കാൻ ഞാൻ വഴക്ക് ബാബുസ്വാമി വഴക്ക പേര് വെട്ടി ഞാൻ